അസമിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബി.ജെ.പിക്ക് മേൽക്കൈ നഷ്ടമാവുന്നതായി റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും PCC അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയിയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ എന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് മാറിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ. സംസ്ഥാന ബി.ജെ.പിയെയും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെയും ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രചാരണം നടത്തുന്നത്. കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിൽ എത്തിയവർക്ക് നൽകാനായി 19 സിറ്റിംഗ് MLA-മാർക്ക് പാർട്ടി സീറ്റ് നിഷേധിച്ചിരുന്നു. ഇത് ബി.ജെ.പിക്കുള്ളിൽ കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇത് ബി.ജെ.പിയുടെ പ്രചരണത്തെയും ബാധിക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് റിബൽ ഭീഷണിയുമുണ്ട്. ഇതിനെല്ലാം പുറമെ ദീർഘകാല ആവശ്യമായ പട്ടികവർഗ പദവി അനുവദിക്കുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രബല വിഭാഗമായ അഹോം ഗോത്ര വിഭാഗം അടക്കമുള്ള 6 സമുദായങ്ങൾ ബി.ജെ.പിക്കെതിരെ പ്രതിഷേധത്തിലാണ്. അപ്പർ അസം മേഖലയിലും ബി.ജെ.പിക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നാണ് നിഗമനം. 45 സീറ്റുകളുള്ള മേഖലയിൽ ഗോത്രവർഗ സമൂഹത്തിൻ്റെ വോട്ട് നിർണായകമാണ്. ബംഗാളി സംസാരിക്കുന്ന മിയ മുസ്ലിം സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള ലോവർ അസമിലും മധ്യ അസമിലെ നൗഗോൺ പോലെയുള്ള ജില്ലകളിലും ധ്രുവീകരണ രാഷ്ട്രീയമടക്കം പയറ്റിയാണ് ബി.ജെ.പി പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നത്. അവസാനഘട്ട പ്രചാരണത്തിലേക്കെത്തുമ്പോൾ സീറ്റുകൾ അല്പം കുറഞ്ഞാലും തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് ഹിമന്തയും ബി.ജെ.പിയും. വേതന വർധനയും പട്ടയ വിതരണവും നടപ്പിലാക്കിയതിനാൽ 40ഓളം മണ്ഡലങ്ങളിൽ നിന്ന് നിർണായകമായ തേയിലത്തോട്ടം തൊഴിലാളികൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ബി.ജെ.പിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യകക്ഷിയായിരുന്ന ബദറുദ്ദീൻ അജ്മലിൻ്റെ AIUDF ഇക്കുറി ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നത്. 30 സീറ്റുകളിൽ മത്സരിക്കുന്ന AIAIM നേതാവ് അസദുദ്ദീൻ ഒവൈസി AIUDFന് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു. അസമിലുടനീളം മലമണ്ഡലങ്ങളിലും പ്രചാരണത്തിനെത്താൻ അസറുദ്ദീൻ ഒവൈസി ശ്രമിക്കുകയും ചെയ്തു. AIUDF മത്സരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ഇതിനു പുറമെ ബി.ജെ.പി സഖ്യകക്ഷിയായ അസം ഗണ പരിഷത്ത് ലോവർ അസമിൽ 13 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ ഇതേ ലക്ഷ്യവുമായി കളത്തിലിറക്കുന്നുണ്ട്. വിശാലമായ ഒരു സഖ്യവുമായാണ് ഇക്കുറി അസമിൽ കോൺഗ്രസ് മത്സരരംഗത്തിറങ്ങുന്നത്. കോൺഗ്രസിന് പുറമെ അസം ജാതീയ പരിഷത്ത്, രാജ്ദോർ ദൾ, CPM, CPI, ലിബറേഷൻ, HPLC എന്നിങ്ങനെ 6 പാർട്ടികളടങ്ങിയ സഖ്യം പ്രതിപക്ഷത്തിന് ശക്തി പകരുന്നുണ്ട്. 2 സീറ്റുകളിലാണ് CPM മത്സരിക്കുന്നത്. AGPക്ക് പുറമെ ബോഡോലാൻഡ് പീപ്പിൾ ഫ്രണ്ട് ആണ് ബി.ജെ.പി സഖ്യത്തിലുള്ളത്.